ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 മാത്സിൻ്റെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ലെസണിൻ്റെ കമ്പയറിങ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം നമുക്കറിയാം, നമ്പേഴ്സ് കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആ നമ്പേഴ്സ് തമ്മിൽ ഏതാണ് വലുത്, ഏതാണ് ചെറുത്, അല്ലേ? അങ്ങനെയാണ്, അല്ല ഈക്വലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതേ മെത്തേഡ് തന്നെയാണ്, പക്ഷെ നമുക്ക് ഫ്രാക്ഷൻസിന് ആണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ, 4/5, 7/9. ഈ 4/5ൻ്റെയും 7/9ൻ്റെയും പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്, സെയിം അല്ല. നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എളുപ്പമാണ്. 4/5ഉം 2/5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. ഏത് ന്യൂമറേറ്റർ വലുതാണോ അതാണ് നമ്പർ വലുത്. അപ്പോൾ ഇവിടെ 4/5 എന്ന് പറയുന്ന നമ്പറാണ് വലുത്, അല്ലെങ്കിൽ ആ ഫ്രാക്ഷനാണ് വലുത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ളപ്പം നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതിന് ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ 5ഉം 9ഉം അല്ലേ നമ്മുടെ ഡിനോമിനേറ്റർ, അതിൻ്റെ കോമൺ മൾട്ടിപ്പിൾ കാണണം. 5ൻ്റെയും 9ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ കാണണം. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡെന്ന് പറയുന്നത്, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ 4/5ഉം 7/9ഉം, അപ്പോൾ ഈ 4/5 എന്ന് പറയുന്ന നമ്പറിനെ അടുത്ത നമ്പർ ഏതായിരുന്നു? 7/9 അല്ലേ? ഈ 7/9ൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇതിനെ രണ്ടിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ 7/9നെ എന്ത് ചെയ്യുക? 4/5ൻ്റെ ഡിനോമിനേറ്ററായ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായോ? അതായത് ഡിനോമിനേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചെയ്യുന്നോണ്ടേ ഇപ്പം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും രണ്ടിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ഇവിടെ കണ്ടോ, അതായത് ഈ 9 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഈ 4/5ൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ഒപ്പം തന്നെ പിന്നെന്താ, അടുത്ത നമ്പർ ഏതായിരുന്നു? 7/9. ഈ 7/9ൽ 9 കൊണ്ട് 4/5ലെ 5 കൊണ്ട് എന്ത് ചെയ്തു? 7/9, 7നെയും 9നെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. 45 എന്ന് പറയുന്ന കോമൺ മൾട്ടിപ്പിൾ കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി. ഏതൊക്കെയാണ്? 36/45ഉം 35/45. ഇനി നമ്മൾ ന്യൂമറേറ്റർ മാത്രം നോക്കുക. ഏതാണ്? 36/45 എന്ന് പറയുന്ന നമ്പറാണ് വലുത്. അപ്പോൾ ആ 36/45 വലുതാണ് അല്ലേ 35/45നെക്കാട്ടിലും. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാണ്? 4/5, 7/5 ആണ്. 36/45ന് ഏത് നമ്പറാണ് നമുക്കുള്ളത്? 4/5. മറ്റേതിനോ 7/9. ഏതാണ് വലുത്? 4/5. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം രണ്ട് നമ്പറിനെയും ഡിനോമിനേറ്റർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായല്ലോ? അങ്ങനെ ആകുമ്പോൾ 4/5ഉം 7/9ഉം നമ്മൾ ചെയ്തത്, ഈ 9 കൊണ്ട് 4നെയും 5നെയും മൾട്ടിപ്ലൈ ചെയ്തു. ഒപ്പം തന്നെ അടുത്ത നമ്പറായ ഏതാണ്? 5 കൊണ്ട് ഈ 7നെയും 9നെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഈ ഇതേമാതിരി നമുക്ക് കോമൺ മൾട്ടിപ്പിളും കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഇത് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ്. ഇനിയിപ്പോൾ നമുക്കിവിടെ നോക്കിയേ, ഇവിടെ 7/9ഉം 17/21 ആണുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെ, അതായത് 9ഉം 21 ഒരു കോമൺ മൾട്ടിപ്പിൾ വരിക എന്ന് പറഞ്ഞാൽ, അതായത് 9ൻ്റെ ടേബിളിലും 21ൻ്റെ ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് 63 എന്ന് പറയുന്ന നമ്പറാണ്. 9ൻ്റെ ടേബിളിലും 21ൻ്റെ നമ്പറിൽ, അതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 63 എന്ന് പറഞ്ഞു. പക്ഷേ ഇത് നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മുമ്പത്തെ മെത്തേഡിൽ തന്നെ ചെയ്യാം. അതായത് 7/9ഉം 17/21 നമുക്കുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 21 കൊണ്ട് 7നെയും 9നെയും മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെന്ത് ചെയ്യുകയാണ്? അടുത്ത നമ്പർ ഏതായിരുന്നു? ഈ 9 അല്ലേ? ഈ 9 കൊണ്ട് 17നെയും
21 മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണെന്നേ ഉള്ളൂ, പക്ഷേ പ്രോബ്ലംസ് സെയിം ആയി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ 21ന് 7, 21 × 7 ബൈ 9 × 21 അല്ലേ. അടുത്ത എന്താ പറയുന്നത്, 17 എത്രയായിരുന്നു 9 അല്ലേ. 17 × 9 ഡിവൈഡഡ് ബൈ 21 × 9. ശരിയാണല്ലോ. 21 × 7 എന്ന് പറഞ്ഞാൽ 1 7s and 147 അല്ലേ. ദെൻ 21 × 9 എന്ന് പറഞ്ഞാലോ 9 189. ശരിയാണല്ലോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ 17 × 9, അതായത് ഈ നമ്പർ 17 × 9 എന്ന് പറയുമ്പോൾ 7 63 അല്ലേ. 6 9 10 153 ശരിയല്ലേ. ഡിവൈഡഡ് ബൈ 21 × 9 189. ഓക്കെ, 153 ബൈ 189 എന്നും 147 ബൈ 189 എന്നും നമുക്ക് കിട്ടി. അപ്പോൾ ഇതിലേതാണ് 21 ബൈ, അതായത് 7/9 എന്ന് പറയുന്ന നമ്പറാണോ 17/21 എന്ന് പറയുന്ന നമ്പറാണോ വലുത്? 153 ബൈ 189 കിട്ടിയതാണ് 17/21. മനസ്സിലായോ? ഈ നമ്പർ അതേതായിരുന്നു? 17/21 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതാണ് നമുക്ക് വലുത് എന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് 63 എന്ന് പറയുന്നത്, അതായത് 9ൻ്റെ ടേബിളിലും 63 വരുന്നുണ്ട്, 21ൻ്റെ ടേബിളിലും 63 വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതും കറക്റ്റാണ്, കറക്റ്റ് അല്ലെന്നല്ല, ബട്ട് ഈസി മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇനി എങ്ങനെയാണ് കമ്പാരിസൺ ചെയ്യുന്നതെന്നുള്ളൊരു സമ്മറൈസേഷൻ തന്നിട്ടുണ്ട്, അതായത് റൂള് തന്നിട്ടുണ്ട്. ചേഞ്ച് ദ ഗിവൺ ഫ്രാക്ഷൻ ഇൻറ്റു ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് സോ ദാറ്റ് they all have expressed with the same denominator of fractional unit. സെയിം ഡിനോമിനേറ്ററിലേക്ക് മാറ്റുക. ദെൻ കമ്പയർ ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ് ബൈ സിംപ്ലി കമ്പയറിങ് ദ ന്യൂമറേറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ കമ്പയർ ചെയ്യുക. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ കമ്പയർ ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇനി ഇത് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, നമ്പേഴ്സ് കമ്പയർ ചെയ്യാനേ. അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതാണ്? 8/3 5/2. ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്യുക. 8/3 5/2. അപ്പം 8 എന്ന് പറയുന്ന നമ്പറിനെ അടുത്ത ഫ്രാക്ഷണൽ യൂണിറ്റായ 5/2ൻ്റെ ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 5/2നെ എന്താ ചെയ്യുക? 8/3 എന്ന് പറയുന്ന ഫ്രാക്ഷണൽ യൂണിറ്റിൻ്റെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 16/6. ഇതോ 15/6. ഏതാണ് വലുത്? 16/6 അല്ലേ. അതായത് ഈ നമ്പറാണ് വലുത്. 8/3 എന്ന് പറയുന്ന നമ്പറാണ് വലുത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 8/3 ഈസ് ഗ്രേറ്റർ ദാൻ 5/2 ഇങ്ങനെ എഴുതണം. മനസ്സിലായോ? ദെൻ 4/9 3/7. സെയിം മെത്തേഡ് നമ്മൾ ചെയ്യുക. ഏതൊക്കെയാണ്? 4/9 ഇത് നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത എത്ര? 3/7 ഇതിനെ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4/9 4 × 7 ഒരു 4 28 അല്ലേ. 28 9 7 63. ഇതിനെത്ര കിട്ടും? 9 27 അല്ലേ. ദെൻ 63. വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? യെസ്, 6. ഈ നമ്പറാണ് വലുത്. അതായത് 28/63 എന്ന് പറയുന്ന നമ്പർ അതേതാണ്? 4/9 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ 4/9 ആണ് 3/7 വലുത്. അടുത്ത 7/10 9/14 7/10 9/14. അപ്പം 7 എന്ത് ചെയ്യണം?
അടുത്ത നമ്പറിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ നമ്പറിനെ മറ്റേ നമ്പറിൻ്റെ ഡിനോമിനേറ്ററായ 10 കൊണ്ട്, അതായത് 7/10 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ഡിനോമിനേറ്റർ എത്ര കിട്ടും? രണ്ടിനും 140 എന്നാണ് ഡിനോമിനേറ്റർ കിട്ടുന്നത്. ശരിയല്ലേ? ഇത് 90 വരും. ദെൻ 14 ഇൻറ്റു എത്ര? 7 അല്ലേ? 14 ഇൻറ്റു 7 എത്ര വരുന്നത്? 98. വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? 98/140 ഏതിൻ്റെ ആയിരുന്നു? 7/10. അപ്പോൾ 7/10 ആണ് അവിടെ വലുത്. അപ്പോൾ 7/10 ഈസ് ഗ്രേറ്റർ അല്ലേ? കമ്പയറിങ് ടു 9/40. മനസ്സിലായോ? അടുത്ത നമ്പർ നോക്കിയേ. 12/5 8/5 കണ്ടോ? ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. നമ്മൾ സെയിം ആക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഏതാ വലുത്? 12/5 അല്ലേ? ഏതാണോ നമുക്ക് വലിയ ന്യൂമറേറ്റർ ഉള്ളത് അതാണ് എന്ത്? ഇത് നിങ്ങൾക്കൊരു നാച്ചുറലായിട്ടൊരു ഡൗട്ട് തോന്നാനുള്ളത്, അതായത് ഈ 12/5 ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കമ്പയർ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് ഈ 12/5 എന്ന് പറയുന്നതിന് 2 ആൻഡ് 2/5 നമുക്ക് എഴുതാം. പിന്നെ 8/5 എന്നുള്ളതിൻ്റെ 1 ആൻഡ് 3/5 എന്ന് എഴുതാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാണല്ലോ വലുത്, ഈ ഫ്രാക്ഷൻ ആണല്ലോ വലുത്. അങ്ങനെ നമുക്ക് ഇനി അഥവാ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിലത്തെ കഥയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ ഇങ്ങനെ 12/5നെ നമ്മൾ 2 ആൻഡ് 2/5 എന്ന് എഴുതിയത്, അതായത് 5/5 പ്ലസ് 5/5 പ്ലസ് 2/5 ആണ്. അതുകൊണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്ന 1, ഇത് 1, അപ്പോൾ 1 + 1 2 ആൻഡ് 2/5. മനസ്സിലായി? മറ്റേ നമ്പർ അതുപോലെ തന്നെ നമ്മൾ ചെയ്തത്. ഇനി അടുത്ത നമ്പർ നോക്കിയേ. 9/4 5/2. ഇതും സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? 9 × 2 / 4 × 2. അടുത്തേതാണ്? 5 × 4/2 × 4. അപ്പം നമ്മൾ 18 8 20 8 ഏതാണ് വലുത്? 20/8. ദാറ്റ് മീൻസ് 5/2 എന്ന് പറയുന്ന നമ്പറാണ് വലുത്. നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും? 9/4 > 5/2. ഏതാണ് വലുത്? 5/2 ആണ് വലുത്. റൈറ്റ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ അസെൻഡിങ് ഓർഡർ. ഇനി തന്നിരിക്കുന്ന നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. അത് നമുക്ക് നോക്കണം. അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതേണ്ടത്. പക്ഷെ അന്നേരവും നമുക്ക് ഈ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കിട്ടണം. ഇതിൻ്റെ ഒന്നിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആകത്തില്ല. അപ്പോൾ നോക്കിയേ, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 10 15 5. ഈ മൂന്നെണ്ണത്തിൻ്റെയും കോമൺ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന ഏത് നമ്പറാണ് നമുക്കൊരു ഊഹം ഉണ്ടായിരിക്കും. ഇപ്പോൾ 10ൻ്റെ ടേബിളിൽ 30 വരുന്നുണ്ടല്ലേ? ശരിയല്ലേ? 15ൻ്റെ ടേബിളിൽ അതും 30 വരുന്നുണ്ട്. 5ൻ്റെ ടേബിളിൽ അതും 30 വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മൂന്നെണ്ണത്തിനും കോമൺ മൾട്ടിപ്ലൈ ആയിട്ട് ഏതെടുക്കാൻ പറ്റും? 30 എന്ന് പറയുന്ന നമ്പർ എടുക്കാൻ പറ്റും. അപ്പോൾ 7/10നെ നമ്മൾ 30 ആക്കാൻ വേണ്ടിയിട്ടല്ല, അതായത് 10നെ 30 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10 × 3. ദാറ്റ് മീൻസ് വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ മുകളിലത്തെ ന്യൂമറേറ്ററും സെയിം നമ്പറുണ്ട്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 7 × 3 21/30. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഒന്നാമത്തെ നമ്പറിൻ്റെ നമുക്ക് 30യിലുള്ളത്, അതായത് കോമൺ മൾട്ടിപ്ലൈ 30യിലുള്ള ഫ്രാക്ഷൻ കിട്ടി. അടുത്ത 11/50. 15നെ നമ്മൾ 30 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അപ്പോൾ 11 × 2. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 22/30 എന്ന് കിട്ടി. അടുത്ത നമ്പർ ഏതാണ്? 2/5 അല്ലേ? 2/5നെ 5നെ നമ്മൾ 30 ആക്കാൻ എന്ത് ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 30. 2 × 6 എത്ര കിട്ടി? 12/30. 12/30 എന്ന് കിട്ടി. അപ്പോൾ ഇതിലേറ്റവും വലുത് ഏതാണ്? 22 ആണ്. തൊട്ട് പുറകെ വരുന്നത് 21,
മറ്റേത് 12. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 12/30 എന്ന് പറയുന്ന 2/5 ആണ്. എന്ത് 2/5 ആണ്. അപ്പോൾ ആദ്യം വരുന്ന നമ്പർ. അടുത്ത ഏതാണ്? 21/30 ഏതിനാണ് വന്നത്? 7/10. അപ്പോൾ രണ്ടാമത്തെ നമ്പർ 7/10, മൂന്നാമത്തെ നമ്പർ 11/5. അപ്പോൾ അസെൻഡിങ്ങിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണ്ടേ? 2/5, 7/10, 11/15. ശരിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അത് എഴുതേണ്ടി വരുന്നത്. ഇനി അടുത്ത സംഖ്യ അതുപോലെ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ 24, 6, 12. ഇതിന് മൂന്നെണ്ണത്തിൻ്റെയും ടേബിളിൽ വരുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 24. അതായത് 6ൻ്റെ ടേബിളിൽ 24 വരുന്നുണ്ട്. ശരിയല്ലേ? 24ൻ്റെ ടേബിളിലും 24 വരുന്നുണ്ട്. 12ൻ്റെ ടേബിളിലും 24 വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 24നെ കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ആദ്യത്തെ നമ്പർ 19/24നെ ഒന്നും ചെയ്യാനില്ല. കാര്യം അതിൻ്റെ ഡിനോമിനേറ്റർ 24 തന്നെ. അടുത്ത നമ്പർ നോക്കിയാൽ 5/6. 5/6നെ നമ്മൾ എന്ത് ചെയ്യണം? 24ലേക്ക് ഡിനോമിനേറ്റർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കി. 24 ആണ് നമ്പർ. അപ്പോൾ 4 കൊണ്ട് അല്ലേ? 4 കൊണ്ട് മേളിലത്തെ നമ്പറിനെ താഴത്തെ നമ്പറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 20/24 എന്ന് കിട്ടി. അടുത്ത നമ്പർ ഏതാണ്? 7/12 ആണ്. 7/12. ഈ 7/12നെ നമ്മൾ 24 ആകണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ 14/24 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 19/24 ആണോ? 20/24 ആണോ? 14/24 ആണോ? 14/24 ആണ് അല്ലേ? ഏറ്റവും ചെറുതാണ്. അപ്പോൾ 14/24 എന്ന് പറയുന്നത് ഏതാണ്? 7/12 എന്ന് പറയുന്ന നമ്പർ. ഇതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഏതാണ്? 19/24. മൂന്നാമത്തേത് 5/6 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ 7/12, 19/24, then 5/6 ഇങ്ങനെ എഴുതുക കേട്ടോ. റൈറ്റ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഇതുപോലെ തന്നെ നമ്മൾ ഈ അടുത്ത നമ്പേഴ്സിനെ ഡിസെൻഡിങ് ഓർഡർ, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം. അതിന് നമ്മൾ വീണ്ടും ഇത് ചെയ്യുക. ഓരോന്നും ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് നമ്പർ വന്നിരിക്കുന്നത്? 16, 8, 4, 32. കോമൺ ആയിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടേബിളിൽ വരുന്നതാണ് 32 അല്ലേ? അപ്പോൾ 32ൻ്റെ ലേക്ക് എല്ലാം മാറ്റാം. അപ്പോൾ 25/16 ഇതിനെ നമ്മൾ 32ലോട്ട് മാറ്റണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 50/32 എന്ന് കിട്ടും. അടുത്ത 7/8. ഇതപ്പോൾ ഇത് നമുക്ക് 50/32 എന്നായിട്ട്. അടുത്തത് 7/8. 7/8നെ നമ്മൾ ചെയ്യണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 4. അപ്പോൾ എത്ര കിട്ടി? 28 അല്ലേ? 32. അടുത്തത് 13/4. 13/4നെ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ 32ലേക്ക് വരത്തുള്ളൂ അല്ലേ? ദെൻ 13 × 18 എത്ര കിട്ടുന്നത്? 13 × 18 1 24, 2 6 8 10 104. ശരിയല്ലേ? 24 2. ഇനി അടുത്ത നമ്പർ 17/32 തന്നെയാണ്. അപ്പോൾ ഡിസെൻഡിങ്ങിലാണ് എഴുതേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇത് ഏതാണ്? ഈ 104/32 എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞ് അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതാണ്? 13/4. ഇതാണ് ഒന്നാം 13/4 ആണ് ആദ്യം എഴുതേണ്ടത്. അടുത്ത ഏതാ വന്നിരിക്കുന്നത്? 15/32 എന്ന് പറയുന്നത്. അതായത് 25/25/32 25/16 എന്ന് പറയുന്ന നമ്പർ. അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? അടുത്തത് 25 അല്ല 28 നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? 28/32 അതായത് 7/8 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതാണ്? 13/4. പിന്നെ എത്രയാണ്?
7/8 എന്ന് പറയുന്ന നമ്പർ. ദെൻ ഏതാണ് ദിസ് വൺ 25/13. പിന്നെ അവസാനമായിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഏതാണ് 17/32 എന്ന് പറയുന്ന നമ്പർ. അപ്പം അങ്ങനെ എഴുതുക. അടുത്തത് 3/4. 3/4, 12/5, 7/12, 5/4. ഇത്രയും നമ്പേഴ്സിന് നമുക്ക് ഏത് നമ്പർ ആയിരിക്കും കോമൺ ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്? ഒന്നാലോചിച്ച് നോക്കിയേ. 15 4 4 വരണം. 5 12 വീണ്ടും ഒരു 4 വന്നേക്കുന്നത് അല്ലേ? ഇതിലെല്ലാം നമുക്ക് കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏത് നമ്പർ ആയിരിക്കണം നോക്കി. നമുക്ക് ഇതിൻ്റെ എല്ലാം കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 60 ആണ്. 60. അപ്പം അതായത് 4ൻ്റെ ടേബിളിൽ നമുക്ക് 60 കിട്ടും, 5ൻ്റെ ടേബിളിൽ 60 കിട്ടും, 12ൻ്റെ ടേബിളുണ്ട്, 4ൻ്റെ ടേബിളിൽ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ 60യിലേക്ക് മാറ്റാൻ 3/4 ഇൻറ്റു നമുക്ക് 64 ഇൻറ്റു എത്രയാണ് ഇത് വരുന്നത്? 60 വരുന്നത്. അത് നമുക്ക് അറിയത്തില്ല. 60 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മാറ്റി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 1 4 20 15 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഈ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/4നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ 5/4നെ അതുപോലെ തന്നെ 5/4നെയും എന്തുകൊണ്ട് ചെയ്യുക? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് ഏതാണ്? 12/5. 12/5നെ നമ്മൾ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 12 കൊണ്ടാണ്. കാര്യം 12 5 60. അടുത്ത ചെയ്യേണ്ടത് ഏതാണ്? പിന്നെ ഇനി നമുക്കൊന്നുകൂടെ ചെയ്യാനുള്ളൂ 7/12 അല്ലേ? 12 5 60. അപ്പോൾ ഇതിനെ രണ്ടിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എത്ര കിട്ടിയത്? 60. എല്ലാത്തിനും ഡിനോമിനേറ്റർ കോമൺ ആണ്. 3 15, ശിഷ്ടം 1, 1 4 45 അല്ലേ? അടുത്ത എത്രയാണ്? 15 5 5 25 2 75. അടുത്ത ഏതാ വരുന്നത്? 12 144 അല്ലേ? ബൈ 60. അടുത്ത വന്നതോ 35 7 35 ബൈ 60. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 194. ഇതാണ് ഏറ്റവും വലുത്. അതായത് 12/5 എന്ന് പറയുന്ന നമ്പറാണ്. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഏറ്റവും വലുതാണ്, ഡിസെൻഡിങ്ങിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്ന ഏതാണ്? മാറ്റിയിടാം കളർ. അപ്പോൾ ഇത് 1. രണ്ടാമതായിട്ട് വരുന്നത് ഏതാണ്? ദെൻ 75 ഉണ്ട്. 75/60 അതായത് 5/4 എന്ന് പറയുന്നത്. ഇതാണ് 2 എന്ന് പറയുന്നത്. 5/4 2. ഇനി അടുത്തത് എത്ര വരുന്നത്? 45/60 അതായത് 3/4 എന്ന് പറയുന്ന നമ്പർ. ഇതാണ് മൂന്നാമത്തേത്. അടുത്തതോ 35/60 എന്ന് പറയുന്നത് ഏതാണ്? 7/12. ഇത് നാലാമതും എഴുതുക. അതായത് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ എന്തൊക്കെ എഴുതേണ്ടത്? ഒന്നാമതായിട്ട് എഴുതേണ്ടത് 12/5 അതാണ് ഏറ്റവും വലുത്. രണ്ടാമത്തേതോ 5/4. മൂന്നാമത്തേത് 3/4. നാലാമത്തേത് എത്രയായിരുന്നു? 1 2 3. ഇനി ഏത്? 12/5 5/4 7/12 അല്ലേ? 7/12. അപ്പം ഇങ്ങനെ നിങ്ങൾ ഡിസെൻഡിങ്ങിൽ അത് കണ്ടുപിടിക്കുക. നമ്മൾ ഇനി അഡീഷണൽ സബ്ട്രാക്ഷനും ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.